എന്ത് പറ്റി? മോളെന്താ അസൈൻമെന്റ് ചെയ്യാഞ്ഞ്? ടീച്ചർ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് എഴുതിയ ചോദിക്കായിരുന്നത്? എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ അല്ലാന്നോ? അതെ ടീച്ചർ, ഇന്നലെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ ഭയങ്കര വഴക്കായിരുന്നു. അത് കാരണം എനിക്ക് അത് സാരമില്ല, എനിക്ക് ഇതിന്റെ മുഖം കണ്ടപ്പോഴേ തോന്നി. അവരച്ഛനും അമ്മയും അവർ തമ്മിലുള്ള വഴക്ക് ഇപ്പം അവർ വഴക്കിടും, കുറച്ച് കഴിയുമ്പോൾ അവർ തമ്മിൽ കോംപ്രമൈസ് ആയിക്കോളും. മോള് വെറുതെ അതൊന്ന് ഓർത്ത് ടെൻഷൻ അടിക്കാനോ വിഷമിക്കാനോ ഒന്നും നിൽക്കണ്ട. മോളിപ്പം മോളുടെ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, മോൾക്ക് എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം മോള് അസൈൻമെന്റ് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. അസൈൻമെന്റ് ചെയ്തുകൊണ്ട് വരാത്ത മഹത്വത്തികളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. എന്താണോ ചെയ്യാഞ്ഞേ? ടീച്ചറെ, അത് ഇന്നലെ എന്റെ ഫാമിലിയില് നിർത്ത്. ഈ ഫാമിലി മാറ്റർ ഒന്നും എനിക്ക് കേൾക്കണ്ട. അതല്ല ടീച്ചർ, ഇന്നലെ അച്ഛനും അമ്മയും കൂടെ വീട്ടില് ഭയങ്കര തന്നെ നിർത്താനല്ലേ പറഞ്ഞത്? ചുമ്മാ അസൈൻമെന്റ് ചോദിക്കുമ്പോ കുറെ എണ്ണം ഉണ്ട്. അച്ഛനും വയ്യ, അമ്മയ്ക്കും വയ്യ, വീട്ടിൽ പ്രശ്നമായിരുന്നു പറഞ്ഞ് ഓരോ കള്ള റീസൺ ഉണ്ടാക്കുന്നത്. എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ തന്ന അസൈൻമെന്റ് ഇത്രയും കുട്ടികൾക്ക് ചെയ്യാമെങ്കിൽ തനിക്കും ചെയ്യാം. താൻ ചെയ്തിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. ടീച്ചർ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു റീസണും കേൾക്കണ്ട. താൻ അസൈൻമെന്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. സോ ഗെറ്റ് ഔട്ട്.